വെൽക്കം ടു സ്പൈസ് നാട്. ഇന്ന് നമുക്ക് എങ്ങനെയാണ് സ്പൈസ് നാടിൻ്റെ പ്രീമിയം മസാല മിക്സ് വെച്ച് മസാല പൗഡർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു സ്റ്റൗവിൽ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാക്കുക. ചീനച്ചട്ടി ചൂടായതിനു ശേഷം സ്പൈസ് നാടിൻ്റെ പ്രീമിയം മസാല മിക്സിൻ്റെ ബോട്ടിൽ വരുന്ന ആ മസാല മിക്സ് അതിലേക്ക് ഇടുക. ഇതിൽ നമ്മൾ ചൂടാക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം, ജാതിക്ക നമ്മൾ തൊണ്ടോട് കൂടിയാണ് നമ്മൾ മസാല മിക്സിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് തൊണ്ട് പൊട്ടിച്ച് ഉള്ളിലെ കായ മാത്രം എടുത്ത് വേണം മിക്സ് ചെയ്യാൻ. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയാൽ മതി. ആകെ മൊത്തം പെരുംജീരകമാണ് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ബാക്കിയുള്ളതിൻ്റെ കളറിനോ കാര്യങ്ങൾക്കോ ഒന്നും ചേഞ്ച് വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാൻ എളുപ്പത്തിനാണ് നമ്മൾ ചൂടാക്കുന്നത്, അതുപോലെ തന്നെ കേടുകൂടാതിരിക്കാനും വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ പാകം എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് വരും. അതുകൂടാതെ ഇതിനകത്ത് കറുവപ്പട്ട ഉണ്ടാവും, അതെടുത്തത് ഇനി ഒന്ന് പൊട്ടിച്ച് നോക്കണം. ഇതിപ്പം ആ ഒരു പാകത്തിനായിട്ടില്ല. അത് നമ്മൾ കറുവപ്പട്ട എടുത്തിങ്ങനെ ഒടിക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് തന്നെ ഒടിഞ്ഞു പോരുകയാണെങ്കിൽ അതാണ് നമ്മുടെ കറക്റ്റ് ഭാഗം എന്ന് പറയാൻ പറ്റും. ആ ഒരു സ്മെൽ ചേഞ്ച് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ പെരുംജീരകത്തിന് ഒരു നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ടാകും. നല്ല ഗോൾഡൻ അല്ല, ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ടാകും. അപ്പോൾ ജസ്റ്റ് ഈ പറഞ്ഞതുപോലെ കറുവപ്പട്ട ഒന്നെടുത്ത് ഒന്നൊടിച്ച് നോക്കിയാൽ മതി. അങ്ങനെ നന്നായിട്ടൊന്ന് ചൂടാക്കുക. നോക്കുന്ന സമയത്ത് കണ്ടോ ഒറ്റയടിക്ക് തന്നെ കറുവപ്പട്ട ഒടിഞ്ഞു വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നല്ല ചൂടോടുകൂടി തന്നെ മാറ്റരുത്, ചെറുതായിട്ടൊന്ന് തണുക്കുക, എന്നാൽ ചൂട് മൊത്തം പോവുകയും ചെയ്യരുത്. എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ പൊടിച്ചെടുക്കുക. നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് മിക്സിയിൽ പൊടിച്ച് കിട്ടും. അങ്ങനെ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഇതിൻ്റെ ചൂടൊന്നാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് നേരം നിർത്തി വെക്കണം. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇത് നമ്മളുടെ സ്പൈസ് നാടിൻ്റെ ബോട്ടിലിൽ തന്നെ ഇട്ട് സൂക്ഷിക്കാൻ പറ്റും. മസാലയ്ക്ക് വീട്ടിൽ ഒരുപാട് യൂസ് ഇല്ലെങ്കിൽ നമ്മൾ പൊടിക്കുന്ന പൗഡർ ഒരു വലിയ ബോട്ടിലേക്ക് ആക്കിയിട്ട് ഒരു ചെറിയ ബോട്ടിലിൽ ആവശ്യാനുസരണം എടുത്ത് അത് റെഗുലർലി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ വലിയ ബോട്ടിലേത് ഫ്ലേവർ നഷ്ടപ്പെടാതെ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. ഇതല്ലെങ്കിലും ഒരു 6 മാസമൊക്കെ സുഖമായിട്ടും ഒരു കേടും കൂടാതെയും ഒരു ഫ്ലേവർ നശിക്കേണ്ട 6 മാസം സുഖമായിട്ടിരിക്കും, അതിൽ കൂടുതലും ഇരിക്കും. അപ്പം ഈ ഒരു 2 ബോട്ടിൽ യൂസ് ചെയ്യുന്ന രീതിയാണ് കൂടുതൽ ബെറ്റർ. ഇനി ആർക്കെങ്കിലും ഈ മിക്സ് വേണമെങ്കിൽ ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ താങ്ക്